Watch full episodes on Jio Hotstar. Hey, super Gattu. നീ ഇപ്പൊ 120 കിലോമീറ്റർ സ്പീഡിലാണ് സ്കേറ്റ് ചെയ്യുന്നതെന്ന് സ്പീഡോമീറ്റർ കാണിക്കുന്നു. പ്രൊഫസർ സാറ്, നിങ്ങളുടെ ഈ സൂപ്പർ സ്കേറ്റ്സ് ഭയങ്കര സംഭവം തന്നെയാണ്. ഇതിന്റെ വീൽസ് സ്വന്തമായിട്ട് തന്നെ വേഗം പോകുന്നു. എനിക്ക് വെറുതെ ബാലൻസ് ചെയ്ത് നിന്നാ മതി. സംഭവം തന്നെയാണ് ഇത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഈ റിമോട്ട് ഉപയോഗിച്ച് റോളർ സ്കേറ്റിംഗിന്റെ സ്പീഡ് എത്ര വേണമെങ്കിലും കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. എന്റെ പ്രൊഫസർ സാറേ, അതേ സ്മാർട്ട് സ്കേറ്റിനൊന്നും നിർത്താൻ പറ്റുമോ? ഗട്ടു എത്ര നേരിട്ട് ഇങ്ങനെ സ്കേറ്റ് ചെയ്തോണ്ടിരിക്കാൻ? എന്റെ നടപടിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. എന്റെ ഈ കണ്ടുപിടുത്തം സക്സസ്ഫുൾ ആയെന്ന് തോന്നുന്നത്. ഈ റിമോട്ട് ഉപയോഗിച്ച് ആ സ്കേറ്റിംഗ് 100 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കാവുന്നതാണ്. എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം? ഈ റിമോട്ട് എനിക്ക് താ, ഞാൻ തന്നെ ട്രൈ ചെയ്തോളാം. ഓ, അങ്ങനെയാണോ? ഞങ്ങൾ വരാം. ബട്ടു, ഷേർ സിംഗ് ബാങ്ക് കൊള്ളയടിച്ചു എന്ന്. ഞാൻ സ്മാർട്ട് സ്കേറ്റ്സ് എടുത്തോണ്ട് പോയി പിടിക്കാം. ഇന്ന് നമുക്കൊരു നല്ല ദിവസമാണ്. നമ്മൾ ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ബോസ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? പ്രശ്നം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യ. നമുക്ക് പ്രശ്നം വരുന്നതിന്റെ മറ്റൊരു പേര് ഗട്ടുന്നാണ് ബോസ്. അല്ല, ഈ ഗട്ടു എങ്ങനെയാ ഇത്ര സ്പീഡിൽ സ്കേറ്റിംഗ് ചെയ്യുന്നത് ബോസ്? നിൽക്കൂ. എടാ, അവൻ പറയുന്നത് കേൾക്കാതെ വണ്ടി അവന്റെ മേലെ ഇടിക്കേ. ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ ഇടിക്കാൻ വരുന്നത്? ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കാണിച്ചു തരാം ഷേർ സിംഗ്. ബോസ്, ഗട്ടു നമ്മുടെ അടുത്തേക്കാ വരുന്നത്. ബോസ്, അവൻ നമ്മളെ അടിച്ച് ചതയ്ക്കുന്ന തോന്നുന്നത്. ബോസ്, ഗട്ടു ഇപ്പൊ മേലെയാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരും ബോസ്. നമ്മളെ തുള്ളി അരക്കുന്നത് പോലെ അരക്കി പിഴിഞ്ഞെടുക്കും ബോസ്. വായടക്കേ, ഇന്ന് ഞാൻ അവന്റെ അടുത്ത് അടി വാങ്ങിക്കില്ല. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ആ ഗട്ടൂനെ കൊണ്ട് ഇന്ന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ബുദ്ധിപൂർവം ആലോചിച്ചാണ് ഐഡിയ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ? ബോസ്, ഇവൻ സ്കേറ്റ് ബോർഡിലാണല്ലോ വന്നത്. സ്കേറ്റ് ബോർഡിൽ ഇത്രയും സ്പീഡിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോ അതിലെന്തോ ഒരു സൂത്രമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എനിക്ക് സ്വന്തമാക്കാൻ പോവാണ്. എന്റെ സ്മാർട്ട് സ്കേറ്റിംഗ് സക്സസ്ഫുൾ ആയല്ലോ. ഞാൻ കണ്ടുപിടിച്ച ഈ സ്കേറ്റിംഗ് കൊണ്ടല്ലേ നീ മോഷ്ടിച്ചു പോയ പണം കണ്ടുപിടിച്ചത്? ഓ, ഇതൊക്കെ ഈ തന്തയുടെ പണിയാണോ? അപ്പൊ അവരുടെ അടുത്തുള്ള റിമോട്ട് വെച്ച് ആ സ്കേറ്റ് ബോർഡിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓ, അത് മാത്രം എന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ആർക്കും എന്നെ പിടിക്കാനാവില്ല. അടാ പിള്ളേരെ, ഞാൻ അവരുടെ അടുത്തുള്ള സ്മാർട്ട് സ്കേറ്റിനെയും ആ റിമോട്ട് കൺട്രോളിനെയും ഞാൻ മോഷ്ടിക്കാൻ പോവാണ്. ഇവിടുന്ന് തന്നെ ഞാൻ അത് ചെയ്യാൻ പോവാണ്. നിങ്ങൾ വേഗം റെഡിയാക്കും. എന്താ റെഡിയാക്കേണ്ടത് ബോസ്? എടോ, നമുക്ക് നമ്മുടെ നേതാവിനെ പിടിച്ച് താഴേക്ക് ഇട്ടാലോ? ബോസ് കാണുന്നില്ല. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലടാ. ഒരു കാര്യം മുഴുവൻ കേൾക്കുന്ന മുൻപ് എന്നിട്ട് പന്ത് കളിക്കാനോടാ നിങ്ങള്? എന്റെ അമ്മ, എന്തൊരു വേദന. വേഗം ഒരു കയറെടുത്തോണ്ട് വന്ന് എന്നെ അതിൽ കെട്ട്. അതിനുശേഷം വലിച്ചെറിയടാ.
വേഗാവട്ടെ വേഗാവട്ടെ. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. റെഡി റെഡി ഫോർ ജമ്പിങ്. ഞാനിത് കൊണ്ടുപോയി ബാങ്ക് മാനേജറിന് കൊടുക്കാം. നിങ്ങൾ വീട്ടിൽ പൊക്കോ. എടാ മോനെ ഗട്ടു, നാട് ചുറ്റിക്കാണാൻ നീ തയ്യാറാണോ? ഈ സ്കേറ്റ്സിന് എന്താ സംഭവിക്കുന്നത്? നീ എന്നെ കുറെ ശല്യം ചെയ്തിട്ടുണ്ട്, അതിനാണ് നിനക്ക് ഈ ശിക്ഷ. നിനക്കിന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പോട്ടെ പോട്ടെ. എന്റെ അമ്മ. ഗട്ടു, ഞാനിതാ വരുന്നുണ്ട്. സോറി ഉണ്ട് കേട്ടോ. ഗട്ടു, പേടിക്കണ്ട. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. എന്തു പറ്റി? സോറി ബോസ്. അപ്പൊ ആദ്യത്തെ പേര് എന്താ ബോസ്? എടാ മണ്ട, കയറെന്തിനാണ് വിട്ടത്? എന്റെ അമ്മ. മാറിക്കോ. എടാ മോനെ, നീ ഗെയിമിൽ തോറ്റു. കറക്റ്റ് സൈസാണ്. ബൈ ബൈ ഗട്ടു. എല്ലാ കടകളും പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതിനെല്ലാം കാരണം നിങ്ങളാണ്. പെർമിഷൻ ഇല്ലാതെ എന്തിനു വേണ്ടിയാ ഇതുപോലെയുള്ള സ്മാർട്ട് സ്കേറ്റ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചമ്മക് സിംഗ്, ഇവന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ ഓടിപ്പോയി പിടിക്കുന്നതാണ്. സാറേ, ഞങ്ങള് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ സാറേ? ഷേർ സിംഗ് ആ റിമോട്ട് എടുത്തോണ്ട് സാറേ. അയാള് കാരണം ബസാർ മൊത്തം നശിച്ചത്. ഞങ്ങളുടെ മേലൊരു തെറ്റുമില്ല സാറേ. അതൊക്കെ പോട്ടെ സാറേ, ഇതിന് മാത്രം ഉത്തരം പറ. ഒരു കുറ്റവാളി രക്ഷപ്പെടുത്തുന്നത് ആരാണ്? എടാ, ആര് കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ അവരെ ഞങ്ങൾ കുറ്റവാളികളായിട്ട് തന്നെയാണ് കാണുന്നത്. ഷേർ സിംഗിനെ നിങ്ങൾ രക്ഷപ്പെടാൻ വിളിച്ചു കരുതിക്കോളൂ. ഷേർ സിംഗ് ആണ് അതിൽ കുറ്റവാളി. അപ്പൊ കുറ്റവാളിയെ രക്ഷപ്പെടാൻ കാരണമായി നിങ്ങളും കുറ്റവാളിയല്ലേ? കോൺസ്റ്റബിൾ ചമ്മക് സിംഗ്, മൻമോഹൻ സാറിനെ അങ്ങനെയല്ല ഒക്കപ്പിലേക്ക് തള്ളിക്കേ. ഇയാള് ചെയ്ത കുറ്റം സമ്മതിക്കുന്നവരിക്കും ടീ കട്ടാക്കിയാ മതിട്ടാ. സാറേ, നിങ്ങൾ കുറ്റവാളിയാണെന്ന് സാറേ. അകത്ത് കിടക്കാൻ നോക്ക് സാറേ. ഓടിക്കോ. ചമ്മക് സിംഗ്, എന്നെ പുറത്തു കൊണ്ടുവരൂ. ഇല്ല, ബട്ടു പറഞ്ഞതാണ് സാറേ, നിങ്ങളോട് സോറി പറയാതെ പുറത്തിറക്കരുതെന്ന്. ബട്ടു പറഞ്ഞതനുസരിച്ച് നീ എന്നെ അകത്തിട്ടടച്ചു അല്ലേ? നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് പണിക്കഴിഞ്ഞു. വിശ്രാംപൂർ മുഴുവനും ഷേർസിംഗിന്റെ അക്രമം കൂടിയിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് പോലെ പെട്ടെന്ന് തന്നെ വന്നിട്ട് എല്ലാം മോഷ്ടിച്ചിട്ട് ഉടനെ തന്നെ രക്ഷപ്പെടുന്നു. ഇൻസ്പെക്ടർ മൻമാനിക്ക് പോലും ഷേർസിംഗിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഞാൻ ഒന്നും ബാക്കി വെക്കില്ല.
ബാങ്ക് മോഷ്ടിച്ചിട്ട് ഈ വഴി കൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മ വന്നത്. അപ്പൊ ഒന്ന് കേറി ഹായ് പറയാന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ ഇപ്പൊ എന്നെ പിടിച്ചോ. പിടിച്ചു നോക്കേ. വന്ന് പിടിക്കേ. ബട്ടു, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇയാളുടെ കാലിന്ന് ആ റോളർ സ്കേറ്റ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബട്ടൂടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നെന്ന് വെച്ചാ, ഷേർ സിംഗ് ഇത്രയും സ്പീഡിൽ ബ്രേക്ക് പിടിക്കാന്ന് പോകുന്ന കണ്ട അയാളെ തീർച്ചിട്ട് എന്തെങ്കിലും ഒരു ആധാരം വിട്ടിട്ട് പോയിട്ടുണ്ടാവും. കമാൺ ഗട്ടു, നമുക്ക് അയാളെ ട്രാക്ക് ചെയ്തേ പറ്റൂ. വെരി ഗുഡ് ഗട്ടു, വെരി ഗുഡ്. ഇതേ ഡയറക്ഷൻ തന്നെയാണ് പോട്ടത്, ഇതേ ഡയറക്ഷൻ തന്നെ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ ഓക്കെ, നൗ ലെഫ്റ്റ് ലെഫ്റ്റ്. ഗട്ടു നേരെ മുമ്പിൽ സ്പീഡ് ബ്രേക്കർ. റൈറ്റ് 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 റൈറ്റ്. എടോ, എവിടുന്നാടാ വരുന്നത്? എന്റെ വണ്ടി കയറിയിട്ട് എന്നോട് തന്നെ റൈറ്റ് റൈറ്റ് എന്ന് പറയാല്ലേ? എനിക്ക് പോണ്ടത് ലെഫ്റ്റാ. ആദ്യം നീ വണ്ടിന്ന് താഴെ ഇറങ്ങാനാ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ കാണിച്ചു തരാം. വാ, വന്ന് കേറ് ബട്ടു. കേട്ടു, നമ്മളെങ്ങോട്ടാ പോണ്ടേ? വാ പോവാം, അടയാളം ഫോളോ ചെയ്യാം. ബട്ടു ഇതാ നോക്ക്, അവിടെ ഉണ്ട് ഷേർ സിംഗ്. ഓ എന്റെ ബട്ടു, ഇനി റോഡിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അതേ അങ്ങോട്ട് നോക്ക്, ഷേർ സിംഗ് പോകുന്ന കണ്ടില്ലേ? വാ 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 വാ, എന്റെ പുറകെ തന്നെ വാ. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. എടാ പിള്ളേരെ, അവന്മാര് രണ്ടുപേരും എന്നെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കാണ്. നിങ്ങളൊന്ന് വേഗം തയ്യാറാവൂ, മനസ്സിലായോ? ഓക്കേ ബോസ്, ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ബോസ്. ഈ ക്രീം തേച്ച് നമുക്കൊന്ന് പേഴ്സണാലിറ്റി കൂട്ടാം. ഇവന്മാര് എവിടെ പോയി? എടാ മണ്ടന്മാരെ, എന്താ ചെയ്യുന്നത്? എന്താ ഈ ചെയ്യുന്നേ? പറയടാ പറ. നിങ്ങളല്ലേ ഞങ്ങളോട് റെഡിയാകാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നന്നായിട്ട് മേക്കപ്പ് ഇട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുന്നത്. ബാസ്, ഞങ്ങളെ കാണുന്നവര് ഞങ്ങളൊന്ന് നോക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഈ മേക്കപ്പ്. നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഇല്ലടാ. ഇങ്ങനെയല്ല റെഡി ആവാൻ പറഞ്ഞത്. ഗട്ടുവും ബട്ടുവും ഇവിടേക്ക് വന്നോണ്ടിരിക്കുക. അവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയാ റെഡി ആവാൻ പറഞ്ഞത്. അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ആയുധങ്ങൾ വേഗം റെഡിയാക്കടാ. നിങ്ങളാണ് ബോസ് ഞങ്ങളോട് റെഡിയാവാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ മേക്കപ്പ് കണ്ട് റെഡിയായിരിക്കുന്നത്. ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആയി ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ചീത്ത വിളിക്കുന്നു ബോസ്. ഇന്ന് ഞാൻ നിങ്ങളോട് മിണ്ടില്ല 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 എന്ന് പറഞ്ഞ് കരുതിയിരിക്കാൻ പോവാണ് ബോസ്. എടാ, നിങ്ങളുടെ പിണക്കൊക്കെ പിന്നെ ആവാം. ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചമ്മന്തിയാക്കും. എന്തിനാടാ വെറുതെ എന്റെ അടുത്ത് വന്ന് തള്ളു വാങ്ങിക്കുന്നത്? ഞാൻ പറയുന്നത് നല്ല കുട്ടികളായിട്ട് കേൾക്ക്. വീട്ടിലാ ടിങ് ടോങ് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പോയി അത് കഴിക്ക്, എന്നിട്ട് വിശ്രമിക്ക്. ഞാൻ മോഷ്ടിച്ചതിൽ നിന്ന് ഒരു പങ്ക് നിങ്ങൾക്ക് തരാം. അത് വാങ്ങിച്ച് ജീവിച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും എന്നെ പിടിക്കാനാവില്ല. ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. എടാ ഗട്ടു ബട്ടു, നിങ്ങൾ എപ്പോഴും എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊച്ചു പിള്ളേരാന്ന് വിചാരിച്ച് ഞാൻ സഹിച്ചോണ്ടിരിക്കുക. പക്ഷേ ഇനി എനിക്ക് സഹിക്കാനാവില്ല. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താടാ? അപ്പൊ ആദ്യത്തെ പേര് എന്താ ബോസ്? വായടിക്കണ മണ്ട. എടാ,
എന്തിനാടാ എപ്പോഴും എന്നെ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നേ? നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ശിക്ഷ തരും. എടാ ബോസ്, അതിങ്ങോട്ട് താ, അത് ഞാൻ ഭദ്രമായി പിടിച്ചോളാം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ബോസ്. ഗട്ടുവിന്റെയും ബട്ടുവിന്റെയും ഫ്രണ്ട്ഷിപ്പ് അത് ടൈറ്റാനിക് ഷിപ്പിനേക്കാളും വലുതാണ്. എന്റെ അടുത്തുള്ള സ്മാർട്ട് സ്കേറ്റ് ഉപയോഗിച്ച് നിങ്ങളെ ഇപ്പൊ ഞാൻ ശിക്ഷിക്കാൻ പോവാണ്, നോക്കിക്കോ. ഗഡു, ഇയാള് നമ്മളെ ഭയങ്കര വേഗത്തിലാണ് അടിച്ച. എനിക്ക് വേദനിക്കുന്നടാ എന്റെ ഹിപ്പ്. എന്റെ ഫ്രണ്ടിനെ തല്ലിയല്ലേ? കണ്ടു, എനിക്ക് നല്ലോണം അറ്റത്തില് വേദനിക്കുന്നടാ. വരുന്നു. ബട്ടു, ഞാൻ ഇയാളുടെ കാലിൽ പിടിച്ചിട്ടുണ്ട്. നീ ആ സ്കേറ്റ്സ് എടുത്ത് മാറ്റ്. ഞാനിതായെത്തി. വണ്ടി നിർത്ത്. Hands up! You all are under arrest. ആരും അവിടെ നനങ്ങിപ്പോകരുത്. ചമ്മക് സിംഗ്, ചായ തരൂ, ചായ തരൂ. എടാ, എന്ത് പണിയാ ചെയ്ത്? എന്നെ ജീവിക്കാൻ സമ്മതിക്കടാ. ശേഷിങ്ങേ, ഞങ്ങളിപ്പൊ പഠിപ്പിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലായില്ലേ? മൺമാണി സാറ് വന്ന് നിന്നെ ആ സ്കേറ്റിംഗ് ഒന്ന് തന്നിട്ട് പോ. ഇതെന്തുവാ എന്റെ മൂട്ടിനിടയിലുള്ളത്? റോക്കറ്റ് ആണോ? എന്നെ ഇത്രയും സ്പീഡിൽ വലിച്ചോണ്ട് പോകുന്നല്ലോ. മൺമാണി സാറ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യേ. വേഗാവട്ടെ. മൺമാണി സാർ പ്ലീസ് എന്നെ ജയിലിലൊന്ന് പിടിച്ചിട്, അല്ലെങ്കിൽ അവന്മാരെ ചമ്മന്തിയാക്കും. പ്ലീസ് ഒന്ന് വേഗാവട്ടെ സാർ. ആ ഗട്ടു ബോസ്, ഇതാ നിങ്ങളുടെ ക്യാരറ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.